ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ടോ. എൻ്റെ നെയിം റൈറ്റിങ്സിന് വേണ്ടി ഞാൻ എന്തൊക്കെ ഉപയോഗിക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ? എങ്കിൽ നേരെ നമുക്ക് വീട്ടിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഇനാബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന പുതിയ ഷോർട്സുകൾ വീഡിയോസ് നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരും. ഇതാണ് നമ്മുടെ ഡോംസിൻ്റെ ബ്രഷ്. ഇതിൽ 14 പെൻസാണുള്ളത്. ഈ ബ്രഷ് പെൻസ് സൂപ്പർ സോഫ്റ്റ് ടിപ്സാണുള്ളത്. എൻ്റെ ചില ഷോർട്സുകൾ നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും. ഞാൻ ഈ ഡോംസിൻ്റെ ബ്രഷ് പെൻ കൊണ്ട് റൈറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ആ ഷോർട്സുകളൊക്കെ ഒന്ന് പോയി കാണുക കേട്ടോ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നല്ല ഫ്ലെക്സിബിളാണിത്. നമ്മൾക്ക് റൈറ്റിങ്സ് പുതിയതായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണേലും നമ്മളുടെ കൈക്ക് ഫ്ലെക്സിബിളായിട്ടുള്ള പെന്നാണിത്. ഇതിന് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഡോംസിൻ്റെ ബ്രഷ് പെൻസിൻ്റെ കൂടെ നമുക്ക് 2 അഡീഷണൽ ആയിട്ടുള്ള പെൻസ് കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. ഒരെണ്ണം ബ്ലെൻഡർ ബ്രഷ് പെന്നാണ്, അതാണ് ആ വൈറ്റ് വൺ. ബ്ലെൻഡർ ബ്രഷ് പെൻ വെച്ചാൽ നമുക്ക് 2 കളേഴ്സ് മിക്സ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഉള്ള വേറൊരെണ്ണമാണ് നമ്മുടെ മെറ്റാലിക് സിൽവർ പെൻ എന്ന് പറയുന്നത്. എൻ്റെ ചില ഷോർട്സുകൾ നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും. ഞാൻ ഈ മെറ്റാലിക് സിൽവർ പെന്നും കൊണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ചില റൈറ്റിങ്സ്. ഇതിന് ഞാൻ ഔട്ട് ഓഫ് 10/10 ആണ് കൊടുക്കുന്ന റേറ്റിംഗ്. അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് 10 കളേഴ്സ് ബോൾ പെൻസാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. ഈ ബോൾ പെൻസ് എല്ലാവരും ഉപയോഗിക്കുന്നതാണ് എങ്കിൽ തന്നെ ഞാൻ യൂസ് ചെയ്യുമ്പോൾ അത് നിങ്ങളെ കാണിക്കണമല്ലോ. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് സ്മൂത്താണ് സാധനം, നമുക്ക് എഴുതാൻ നല്ല ഹെൽപ്പ് ചെയ്യുന്നതാണ്. എൻ്റെ നെയിം റൈറ്റിങ്സിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഞാൻ പെൻ യൂസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ലൈവുകളിലൊക്കെ ഞാൻ പെൻ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് വെച്ചാൽ, ഞാൻ സെലക്ട് ചെയ്ത 10 കളറിൽ ഒരേ കളർ തന്നെയാണ് 2 എണ്ണം വന്നിരിക്കുന്നത്. അത് കുഴപ്പമില്ല, എങ്കിലും ഞാൻ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഞാൻ ഈ എഴുതുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും കാണുക കേട്ടോ. പിന്നെന്താണ്, എനിക്കിഷ്ടപ്പെട്ടു. ബോൾ പെൻസ് അല്ലേ, എല്ലാവർക്കും ഇഷ്ടമാവും. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടമായി. അടുത്തതായിട്ട് 12 കളേഴ്സും മാർക്കർ സെറ്റാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ മാർക്കർ നമുക്ക് മെറ്റൽ സർഫസിൽ, ഗ്ലാസ്സിലും, വുഡിലും, പ്ലാസ്റ്റിക്കിലും, അതുപോലെ തന്നെ നമുക്ക് പേപ്പറിലും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയും. ഇതിന് ഞാൻ ഔട്ട് ഓഫ് 10/10 ആണ് നൽകുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ്, ഡോംസിൻ്റെ പോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മാർക്കർ സെറ്റാണ് കേട്ടോ ഇത്. ഞാനിത് വാങ്ങിയപ്പോൾ മുതൽ എൻ്റെ ഷോർട്സിൽ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ റൈറ്റിങ്സ് എനിക്കിഷ്ടമായി. നല്ല ബ്രൈറ്റ് കളേഴ്സാണെല്ലാം. പിന്നെ അതുപോലെ തന്നെ ഇതിൽ പറയാനായിട്ട് നമുക്ക് ഒരു വൈറ്റ് മാർക്കറും ഉണ്ട് ഇതിൽ. വൈറ്റ് മാർക്കർ എന്ന് വെച്ചാൽ നമുക്ക് ബ്ലാക്ക് പേപ്പേഴ്സിൽ നമ്മൾക്ക് റൈറ്റിങ്സ് ചെയ്യുവാണെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു വൈറ്റ് മാർക്കറും കൂടെ ഉണ്ട് കേട്ടോ. അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിക്കുന്നുണ്ട് ഇതിൽ. ഇത് കളർ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കളേഴ്സ് വെച്ചാണ് ഞാനിപ്പോൾ എഴുതുന്നത് കേട്ടോ. അതാണ് ഞാനിപ്പം എടുത്തത് ഒരു ഗ്രീൻ കളറാണ് ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് മാർക്കർ. കണ്ടോ, എനിക്കിഷ്ടപ്പെട്ട കളേഴ്സാണ് ഇതെല്ലാം. നല്ലതായിട്ട് നമുക്ക് എഴുതാൻ കഴിയുന്നുണ്ട് നെയിം റൈറ്റിങ്സിൽ. എനിക്കതുപോലെ ഇഷ്ടപ്പെട്ടതായതുകൊണ്ട് കേട്ടോ ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ എടുത്താണ് ഈ വൈറ്റ് മാർക്കർ. ഇത് നമുക്ക് ബ്ലാക്ക് പേപ്പേഴ്സിൽ, അതുപോലെ തന്നെ ബ്ലാക്കിൽ ഒരു വൈറ്റ് ഷെയ്ഡൊക്കെ വരുന്നതിന് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്ര ഉള്ള നമ്മുടെ മാർക്കർ സെറ്റ്. ഇനി അടുത്തത് ബ്രഷ് പെന്നും ബോൾ പെന്നും പിന്നെ മാർക്കറും കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ കാലിഗ്രാഫിക്ക് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന നമ്മുടെ കാലിഗ്രാഫിയുടെ ബ്ലാക്ക് പെന്നാണ്. ഇത് 2.0 mm ആണ് ഈ പെന്ന്. ഇതിന് ഇവിടെ ഒമാൻ റിയാൽ വരുന്നത് നിയർ ടു 1 റിയാലാണ്. നാട്ടിൽ എത്രയാണെന്ന് അറിയില്ല കേട്ടോ എനിക്ക്. എൻ്റെ പുതിയ ഷോർട്സിലും അതുപോലെ തന്നെ നമ്മുടെ ലൈവിലും ഒക്കെ നോക്കിയാൽ അറിയാം, ഞാൻ ഈ പെന്ന് യൂസ് ചെയ്ത് എഴുതുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടമായ ഒരു കാലിഗ്രാഫിയുടെ പെന്നാണിത്. നല്ല സ്മൂത്താണ്, ഫ്ലെക്സിബിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ട്. ഇത് ആർക്ക് വേണമെങ്കിലും, ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും നല്ല രീതിയിൽ തന്നെ നമുക്ക് നെയിം റൈറ്റിങ്സ് എഴുതാൻ പറ്റുന്നതാണ് കേട്ടോ. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. അത് തീർന്നിട്ടില്ല കേട്ടോ. നിങ്ങൾ ചിലർക്കെങ്കിലും അറിയാം, എൻ്റെ പഴയ ഷോർട്സുകളിൽ ഞാൻ ഉപയോഗിക്കുന്ന ബുക്കും സ്റ്റിക്കും. കുറേ പേര് ബുക്കിനെ കുറിച്ചും ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി എന്നോട് പറഞ്ഞായിരുന്നു. ആ ബുക്കാണ് ഈ ബുക്ക്.
ഇതാണ് ആ സ്റ്റിക്കും. ഇനി ഇതിനെക്കുറിച്ചാകാം നമുക്ക്. ഇതാണ് സ്ക്രാച്ച് പേപ്പർ നോട്ട്. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ ആ പേജ് വന്ന് ബ്ലാക്ക് കളറാണ്. ഇതൊരു സ്റ്റിക്കാണ്, തടിയാണ്. അതും വെച്ച് നമ്മൾ എഴുതുമ്പോഴത്തേനും ഇപ്പം എന്ത് എഴുതിയാലും വരച്ചാലും അതിൽ കളർ റെയിൻബോ പോലത്തെ കളറുകൾ വരും. ഞാനിപ്പോൾ ഇവിടെ ABCD അല്ല എഴുതുന്നത്. അപ്പോൾ ആ ബ്ലാക്ക് പേപ്പറിൽ നമ്മൾ ABCD എഴുതുമ്പോൾ അതിൻ്റെ കളർ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഒന്ന് നോക്കുക. കണ്ടോ, ഡ്രോയിങ് ചെറുതായിട്ട് നമ്മൾ പടം വരയ്ക്കുമ്പോഴായാലും അതിൽ വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാവും. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു പെന്നല്ല കേട്ടോ. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു അത് പെന്നാണോ. ഇത് പെന്നല്ല, ഒരു സ്റ്റിക്കാണ്, തടിയാണത്. കുറേ പേര് കളിയാക്കിയായിരുന്നു എന്നെ, അത് നമ്മളെ ടൂത്ത് സ്റ്റിക്കാണ്. പക്ഷെ അതല്ല സാധനം. ഇത് ഈ ബുക്കിൻ്റെ കൂടെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഇത് എല്ലാവരും ചോദിച്ചു എവിടെ എൻ്റെ മാജിക് ബുക്കെന്ന്. മാജിക് ബുക്ക് സ്റ്റോക്ക് ഇല്ലായിരുന്നു. സ്റ്റോക്ക് വന്ന് അപ്പം വാങ്ങി. അതാദ്യം നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. എൻ്റെ ഷോർട്സുകളൊന്ന് കാണുക. ആ ഷോർട്സിൽ ഞാൻ ഈ നെയിം റൈറ്റിങ്സ് ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ എൻ്റെ ഷോർട്സുകളൊക്കെ ഒന്ന് പോയി കാണുക കേട്ടോ. നെയിം റൈറ്റിങ്സിൻ്റെ കുട്ടികൾക്കും യൂസ്ഫുള്ളാണ്. പക്ഷേ ഇതിലൊരു ചെറിയൊരു ഫോൾട്ട് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ റൈറ്റിങ്സ് ചെയ്യുമ്പം ഒരു ബ്ലാക്ക് കളറായിട്ട് ഞാനത് കാണിക്കാം കേട്ടോ. ഇപ്പം ഒരു ചെറിയൊരു ബ്ലാക്ക് കളർ പൗഡർ പോലത്തെ ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾ യൂസ് ചെയ്യുന്ന ഈ ബുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക. കാരണം അത് കുട്ടികൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. മുതിർന്നവർക്ക് പിന്നെ പറയേണ്ട കാര്യമില്ല. ഇത് ഞാൻ കാണിക്കുന്നത് എൻ്റെ കുറച്ച് നെയിം റൈറ്റിങ്സ് ആണ് കേട്ടോ. നമ്മുടെ ലൈവിലെ നെയിം റൈറ്റിങ്സ് ആണ് ഈ കാണിക്കുന്നത് മുഴുവനും. 3D റൈറ്റിങ്സും അതുപോലെ തന്നെ വോൾ റൈറ്റിങ്സും ആണ് ഉള്ളത്. അത് നിങ്ങളിന്ന് ചുമ്മാ കാണിക്കാമെന്ന് വെച്ചാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പുറത്തോട്ടൊന്നും ഞാൻ മറിച്ച് നോക്കുന്നില്ല. ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇതാണ് നിങ്ങൾ പറഞ്ഞ മാജിക് ബുക്ക്, എൻ്റെ സ്ക്രാച്ച് പേപ്പർ ബുക്ക്, നോട്ട് ബുക്ക്. അപ്പം ഇന്നത്തേക്കിന് ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ സ്റ്റിക്കർ ഇങ്ങനെയാണ് കേട്ടോ വെക്കുന്നത്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല, ഇങ്ങനെയാണ് വെക്കുന്നത്. അപ്പം ഇന്നത്തേക്കിന് ഇത്രയേ ഉള്ളൂ. ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തെറ്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോൾട്ടുകൾ എൻ്റെ ഈ ഒരു വീഡിയോയിൽ ഉണ്ടായെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ കൂട്ടാക്കണേ.